അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല സമയങ്ങളിലായി ഉറങ്ങുന്നവരാണല്ലേ നമ്മൾ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഉറക്കം. എന്നാൽ അത് എല്ലാ സമയത്തും അത്ര ഉത്തമമായ ഒന്നല്ല. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല പ്രസ്താവിക്കുന്നു, പകലിൻ്റെ ആദ്യത്തിലുള്ള ഉറക്കത്തിന് ഐലൂലത്ത് എന്നാണ് പറയുന്നത്. അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും. രണ്ടാമത്തത് ളുഹാ സമയത്തുള്ള ഉറക്കത്തിന് ഫൈലൂലത്ത് എന്ന് പറയും. അത് നമുക്ക് അമിതമായ ക്ഷീണമുണ്ടാക്കും. മൂന്നാമത്തത് നട്ടുച്ച നേരത്തുള്ള ഉറക്കമാണ്. അതിന് കൈലൂലത്ത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് നല്ല ബുദ്ധിവർദ്ധനവിന് കാരണമാകും. പിന്നെ നാലാമത്തത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷമുള്ള ഉറക്കമാണ്. അതിന് ഹൈലൂലത്ത് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ നിസ്കാരത്തിന് തടസ്സമാകുന്നതിനാൽ ആ സമയത്തുള്ള ഉറക്കവും നിഷിദ്ധമാണ്. പിന്നെ അഞ്ചാമത്തത് പകലിൻ്റെ അവസാന സമയത്തിലുള്ള ഉറക്കത്തിന് പറയുന്ന പേരാണ് ഗൈലൂലത്ത്. അത് നമുക്ക് നാശത്തെ ക്ഷണിച്ചു വരുത്തും എന്നാണ് മഹത്തുക്കൾ അഭിപ്രായപ്പെടുന്നത്. 6. സുബഹിക്ക് ശേഷം ഉറങ്ങൽ. ഫജ്ർ സാദിക്ക് വെളിവായ ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നവരെ കണ്ടാൽ വിളിച്ചുണർത്തൽ സുന്നത്താണ്. ഉറങ്ങുന്നവൻ സുബഹി നിസ്കരിച്ചവനാണെങ്കിലും ഉറങ്ങുന്നത് കണ്ടാൽ വിളിച്ചുണർത്തൽ സുന്നത്തുണ്ട്. പ്രസ്തുത സമയം ഉറങ്ങുന്നത് ഉത്തമമല്ലെന്ന് മനസ്സിലാക്കിയവൻ ആ സമയത്ത് ഉറങ്ങിയാൽ അത് കാരണമായി ഭൂമി അട്ടഹസിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയുന്നു. അതുപോലെ അസറിന് ശേഷം ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തലും സുന്നത്താണ്. കാരണം ഈ സമയത്തുള്ള ഉറക്കം കറാഹത്താണ്. അസറിന് ശേഷം പിശാചുക്കൾ പരന്നു നടക്കുന്ന സമയമാണ്. അതിനാൽ ആ സമയത്തുള്ള ഉറക്കം മാനസികവും ബുദ്ധി തകരാറും ഉണ്ടാക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആരെങ്കിലും അസറിന് ശേഷം ഉറങ്ങുകയും അങ്ങനെ ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിച്ചാൽ അവൻ സ്വന്തത്തെ തന്നെ കുറ്റം പറയട്ടെ. ഹാഫിൽ ഇബ്നു ഹജറിനിൽ അസ്കലാനി റഹിമഹുല്ല പറയുന്നു, താബിഈ പ്രമുഖനായ ഒരു പണ്ഡിതൻ അസറിന് ശേഷം കിടന്നുറങ്ങുന്ന ഒരാളുടെ അരികിലൂടെ നടക്കാൻ ഇടയായി. അയാളെ തട്ടി ഉണർത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് പിശാച് പുറപ്പെടുന്ന സമയമാണ്. ഈ സമയത്ത് അവർ പരന്നൊഴുകും. മനുഷ്യനെ അവർ അടിച്ചു വീഴ്ത്തുകയും അങ്ങനെ അവരുടെ ബാധ ഏൽക്കുകയും ചെയ്യും. 7. കൂടുതൽ സമയം ഉറങ്ങൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നീ കൂടുതൽ സമയം ഉറങ്ങരുത്. നിശ്ചയം കൂടുതൽ ഉറക്കം അവനെ അന്ത്യനാളിൽ ദരിദ്രനാക്കി മാറ്റും. നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള അറിവുകളുമായി വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.